നമസ്കാരം. അന്താരാഷ്ട്ര സമ്മർദ്ദവും കഴിഞ്ഞ ദിവസവുമുണ്ടായ 8 സൈനികരുടെ മരണവുമൊന്നും ലെബനനിൽ നിന്ന് ഇസ്രായേലിനെ പിന്നോട്ട് ചിന്തിപ്പിക്കുന്നതേയില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്ന വസ്തുത. ഭീകരരെ തുടച്ചു നീക്കാൻ കരയുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണല്ലോ ഇസ്രായേൽ. അതായത് തെക്കൻ ലെബനനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിക്കുക ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഏറ്റുമുട്ടലാണ് പ്രദേശത്ത് നടക്കുന്നത്. 20ഓളം ഗ്രാമങ്ങളുടെ നിയന്ത്രണം ഇപ്പോൾ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുകയാണ്. തെക്കൻ ലെബനനിൽ 15 ഹിസ്ബുള്ള അംഗങ്ങളെ വധിച്ചെന്നും ഇസ്രായേൽ സൈന്യം അറിയിക്കുന്ന അവസ്ഥയും ഇപ്പോഴുണ്ട്. ബിന്ദ ജബീലിലെ മുനിസിപ്പൽ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഈ 15 ഹിസ്ബുള്ള അംഗങ്ങൾ മരിച്ചത് എന്നുള്ളതാണ് വിവരം. ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് 12 ലക്ഷത്തോളം ലെബനൻകാർക്ക് വീടുകൾ ഒഴിഞ്ഞ് പലായനം ചെയ്തു പോകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ലെബനന്റെ കാവൽ പ്രധാനമന്ത്രിയായിട്ടുള്ള നജീബ് മിക്കാതി പറഞ്ഞിട്ടുണ്ട്. ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനം ആക്രമിച്ചെന്നാണ് ഇസ്രായേൽ അറിയിക്കുന്ന മറ്റൊരു സുപ്രധാന വിവരം. ജൂലൈയിൽ ഗോലാൻ കുന്നുകളിൽ ആക്രമണം നടത്തിയിട്ട് 12 കുട്ടികളെ കൊന്ന ഹിസ്ബുള്ള കമാൻഡർ ഉണ്ടായിരുന്നു, ആദർ ഷബാഹി. ഇയാളെ വധിച്ചെന്നാണ് ഇപ്പോൾ IDF അറിയിക്കുന്നത്. തബിയ ഗ്രാമത്തിൽ രക്ഷാ ഒഴിപ്പിക്കൽ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ലെബനീസ് പട്ടാളക്കാരും കൊല്ലപ്പെട്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരികയാണ്. റെഡ് ക്രോസിന്റെ 4 അംഗങ്ങൾക്ക് പരിക്കേറ്റുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ നഗരമായിട്ടുള്ള ടെൽ അവീവിലേക്ക് യമനിലെ ഹൂതികളും ഡ്രോണുകൾ അയക്കുക കൂടി ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇസ്രായേലിൽ കാര്യമായിട്ടുള്ള ഒരു നാശനഷ്ടം ഉണ്ടാക്കുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. ലെബനനിൽ കരയാക്രമണം തുടങ്ങി 2ാം ദിനമായിട്ടുള്ള ബുധനാഴ്ച ഇസ്രായേലിന്റെ 8 സൈനികർ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയതിന് പിന്നിലെന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൗരവമായ വെടിനിർത്തൽ ശ്രമങ്ങൾ വേണമെന്ന് ഖത്തർ അമീനായിട്ടുള്ള ഷെയ്ഖ് തമീം ബിൻ ഹമാദ് അൽ താനി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ തിരിച്ചടിക്ക് പിന്നിൽ ഒരു സുപ്രധാന ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂത്തിലുള്ള ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ഈ രഹസ്യാന്വേഷണത്തിൻ്റെ വിഭാഗം ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ വ്യോമാക്രമണം നടക്കുന്നത്. പ്രദേശത്തെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചതായിട്ടൊക്കെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതായത് അവിടെ ഹിസ്ബുള്ളയുടെ മുൻ തലവനായിട്ടുള്ള ഹസൻ നസ്രല്ലയുടെ പിൻഗാമി ആകുമെന്ന് പറയപ്പെടുന്ന ഹഷീം സഫൈദീനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നതാണ് വിവരം. ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം ആസ്ഥാനത്തെ ബങ്കറിനുള്ളിലാണ് സഫൈദീൻ എന്ന വിവരം ഇസ്രായേലിന് ലഭിച്ചു. ഇതോടെയാണ് ഈ ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് നസ്രല്ലയും കൊല്ലപ്പെട്ടത്. പിന്നാലെയാണ് നസ്രല്ലയുടെ പിൻഗാമിയെ കൂടി ഇസ്രായേൽ ലക്ഷ്യം വെന്നുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത്. അതിനിടെ മറ്റു ചില കാര്യങ്ങൾ കൂടി സംഭവിക്കുന്നുണ്ട്. ഇസ്രായേൽ സൈനിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളുള്ള പ്രദേശങ്ങളൊക്കെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ളയുടെ അവകാശവാദമൊക്കെ ഇപ്പോൾ പുറത്തു വരികയാണ്. ലെബനനിലെ കരയുദ്ധം കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നുവെന്ന സൂചനകൾ പുറത്തു വരുന്നതിനിടെയാണ് ഇക്കാര്യം കൂടി പുറത്തു വരുന്നത്. അതിനിടെ 3 മാസം മുമ്പ് നടത്തിയ ആക്രമണത്തിലൂടെ ഗാസയിലെ ഹമാസ് സർക്കാരിന്റെ തലവനായിട്ടുള്ള രാഹി മുഷ്താഹയെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള സമേഹ് അൽ സിറാജ്, സമി ഔദേഹ് എന്നിവരെയുമൊക്കെ വധിച്ചെന്ന് ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച അവകാശപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ഭൂഗർഭ അറയിൽ ഒളിച്ചു കഴിയുമ്പോഴാണ് ഇവരെ ഇല്ലാതാക്കിയതെന്നാണ് ഇവർ പറയുന്നത്, അതായത് IDF പറയുന്നത്. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ തലവൻ യഹിയ സിൻവറുമായി ഏറ്റവും അടുപ്പമുള്ളയാളാണ് മുഷ്താഹ. ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ആസൂത്രകരിൽ ഒരാൾ കൂടിയാണ് ഇയാൾ. എന്തായാലും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയായിട്ടുള്ള എമിറേറ്റ്സ് ഇറാൻ, ഇറാഖ്, ജോർദാൻ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസൊക്കെ നിർത്തിവെച്ചിരിക്കുകയാണ്. നന്ദി.